അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഈ വീട് വെച്ചതിന് ശേഷം ഇവിടെ ബീഫ് വെച്ചിട്ടില്ല. നമ്മള് ആദ്യമായിട്ട് ബീഫ് കറി ഞാൻ വെക്കാൻ പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ മീന് കല്ലുപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായി കഴുകിണ്ട്. നമ്മൾ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? നമ്മുടെ മെയിൻ ഷെഫ് ഇവിടെ ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ലോ സിമ്മിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഹലോ, ആദിത്യന്റെ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ സൺഡേ നമ്മളുടെ വീഡിയോയിൽ നമ്മളൊരു ഫിഷ് കറിയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ അന്ന് ആ ഒരു വീഡിയോയിൽ എടുത്തോണ്ടിരിക്കുമ്പോ നമ്മൾ വിചാരിച്ചു ഇനി ഒരു ബീഫ് കറിയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഈ വീട് വെച്ചതിന് ശേഷം ഇവിടെ ബീഫ് വെച്ചിട്ടില്ല. അപമാനിച്ചു ഞാൻ പറയട്ടെ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് ബീഫ് കറി ഞാൻ വെക്കാൻ പോവുകയാണ്. കാരണം നമ്മളുടെ വീട്ടിൽ അങ്ങനെ വെക്കില്ല. കാരണം അമ്മ ബീഫ് മീനൊന്നും അധികം കഴിക്കില്ല. അധികമല്ല കഴിക്കില്ല. അമ്മമ്മയും കഴിക്കില്ല, വെക്കാറുള്ളൂ. അപ്പൊ പക്ഷെ അമ്മ കഴിക്കാത്തത് കൊണ്ട് വെക്കാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ വെക്കണം എന്നായിരിക്കും നിങ്ങൾ പറയേണ്ടത്. പക്ഷെ ഞാനും വെക്കാറില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് മീൻ ഞാൻ വെക്കാന്നൊക്കെ വിചാരിച്ച് വാങ്ങിയിട്ട് വന്നു. പക്ഷെ അത് നൈസായിട്ട് അമ്മമ്മ വെച്ച് തന്നു. സോ അപ്പം ഈ ആഴ്ച ഈ സൺഡേ നമ്മൾ ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. ബീഫ് കറിയല്ല, ബീഫ് റോസ്റ്റ്. സോ ഫസ്റ്റ് ഞാനത് ബീഫ് കഴുകി എടുത്തിട്ട് വരാം. ഓക്കെ, അതൊന്നും നിങ്ങൾ കാണരുത്, കാരണം എനിക്ക് അത്ര എക്സ്പെർട്ടൈസ് ഇല്ല. അപ്പൊ ഇത് കാണുന്നവർ എന്താന്നൊക്കെ വിചാരിക്കും. സോ ഫസ്റ്റ് ഞാൻ ബീഫ് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഓക്കെ, എന്നിട്ട് ബാക്കി കാണാം. ഗായ്സ്, അങ്ങനെ നമ്മളുടെ മീന് കല്ലുപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായി കഴുകിണ്ട്. നമ്മൾ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഇത്രയൊന്നും ശരിക്കും കഴുകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം വെക്കുന്നതുകൊണ്ട് നമുക്കൊരു ഇതുപോലെ ആയതുകൊണ്ട് നമ്മളൊരു 3-4 വട്ടം ഇട്ട് കഴുകിണ്ട് ഗൈസ്. നമ്മളുടെ മെയിൻ ഷെഫ് ഇവിടെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മളുടെ ബീഫ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കതിനെ കുക്കറിലോട്ട് മാറ്റാം. ഇത് കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ പോണേ. അപ്പം മഞ്ഞപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ട്, കുറച്ച് കറി ലീവ്സ് ഉണ്ട്, മീറ്റ് മസാല ഉണ്ട്. മീറ്റ് മസാല ഒന്നും ഇപ്പൊ ഇടുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട്. അത് ഞാനൊരു ഭംഗിക്ക് എല്ലാം എനിക്ക് അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇത് വേവിക്കാൻ. ഇത് ആദ്യം നമ്മള് ബീഫും ഈ ചേരുവകളും കൂടിയിട്ട് കുക്കറിലിട്ട് ഒരു 11 വിസിൽ വരെ വേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പറ്റുക. സോ അപ്പം ഞാൻ ബീഫ് ആദ്യം കുക്കറിലേക്ക് ഇട്ടെ ഫ്രൈ ചെയ്യായിരുന്നു അല്ലേ. സോ നമ്മള് അപ്പം നമ്മളുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. സോ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ. ആരാന്നൊന്നുമില്ല, ഇത് എന്റേതായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് കൂടിയാലും കുറയരുത്. നമ്മളുടെ ഇത്തിരി നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളകോ നെക്സ്റ്റ് ഞാനല്ല ഉണ്ടാക്കണത്. നെക്സ്റ്റ് കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഓക്കെ, വെളിച്ചം കിട്ടുന്നുണ്ട് അതിന്. കുരുമുളക് പൊടി ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇത്. നമുക്ക് 1 സ്പൂൺ ഇടാം. കുറച്ചും കൂടി ഇടാ ചേച്ചി. ഇത് 1/2 കിലോ അല്ല, മറ്റേതൊക്കെ കുറവായിരിക്കും. ഇത് 1/2 കിലോന്റെ മേലെയുണ്ട്. ആണല്ലേ, നീ ആരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നാ കുറച്ചും കൂടെ കുരുമുളക് പൊടി നല്ലോണം ഇട്. ആ പാത്രത്തോടെ ഇട്. എല്ലാം ഞാൻ 2 സ്പൂൺ ആയിട്ടാ. 1 സ്പൂൺ കൂടുതൽ ഇടാനല്ലേ അമ്മ പറഞ്ഞ. അമ്മയല്ല, ബീഫ് വെക്കാത്ത അമ്മ പറയരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. അപ്പം നമ്മൾ ഇതിട്ടു. ഇനി ഇതിലേക്ക് ഉപ്പാണ് എനിക്ക്. ഉപ്പ് ഓൾറെഡി ഉണ്ട്, കുറച്ചിട്ട്. അത് മതിയാ. എനിക്ക് ഇങ്ങനെ ഇട്ടാൽ ഒരാളവ് അറിയുള്ളൂ. നോക്കാം, ബാക്കി നമുക്ക് വേണമെങ്കിൽ പിന്നീട്. സോ നമ്മള് ഇത്ര ചേരുവകൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ഇംഗ്ലീഷിൽ എന്താ പറയാ? കറി ലീവ്സ്.
കറി ലീഫ്. ഇനി ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വെക്കാം. സോ നമ്മള് 3/4 കപ്പ്, ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഇത് അടച്ചു വെച്ചിട്ട് 11 വിസിൽ വരണം. അപ്പം 11 വിസിൽ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പം 11 വിസിൽ വന്ന് ഇനി നമ്മൾ അടുത്തത് എണ്ണയൊക്കെ ഇട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് ഞാൻ സാധനങ്ങളൊക്കെ മാറ്റി വേറെ ഇത് വെച്ചു. സോ നമ്മള് ഇനി ആദ്യം ഫുൾ ലോ ഫ്ലെയിമിൽ പതിയെ ചെയ്താൽ മതി. ചീര വെളിച്ചെണ്ണ നമുക്ക് പൊട്ടിക്കാണ്ട് ഒഴിക്കാം. ഇതില് റെസിപ്പിയിലില്ല, ജസ്റ്റ് കഴിയാനാവുമ്പം തേങ്ങ കൊത്ത് ഇട്ടാ മതി. പക്ഷെ എന്റെ ഒരു സമാധാനത്തിൽ ജസ്റ്റ് നമുക്ക് വെറുതെ ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് വെറുതെ ഒന്ന് എടുത്ത് വെക്കാൻ, ചിലപ്പോ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലോ. സോ നമുക്ക് എണ്ണ ചൂടായി. അപ്പൊ ഒരു 5-6 ഏലക്കയും അതേപോലെ ഗ്രാമ്പൂ നമുക്ക് ഇടാം. പക്ഷെ ഇവിടെ ഗ്രാമ്പൂ ഇല്ലാത്തതുകൊണ്ട് അത് ഇൻഡാലിയൻ ചീൻചട്ടിയാണ്, അതിന്റെ കളർ അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ ചൂടായി കഴിഞ്ഞാൽ അതാണ്. ഇത് ഭയങ്കര പെട്ടെന്ന് ചൂടാവുന്ന സാധനം. അപ്പൊ അതിലേക്കൊരു 6-7 ഗ്രാമ്പൂവും അതേപോലെ ഏലക്കയാണ്. ഗ്രാമ്പൂ ഇല്ലാത്തതുകൊണ്ട് ഗ്രാമ്പൂ പൊടി. അപ്പൊ അത് ഇട്ടു. എണ്ണയിലിപ്പോ ഇതൊക്കെ ഇടണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതോ നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. സോ ഇത് മീഡിയം ഫ്ലെയിം ആണ്. ഇനിയാണ് നമ്മുടെ മെയിന്. ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ചെറിയുള്ളി. ഇത് ഏറ്റവും ലോ ആണ്. എന്നിട്ട് കണ്ടോ പുകയിടം. അപ്പൊ ചെറിയുള്ളി ഞാനൊരു 20ഓളം എത്ര എടുത്തിട്ടുണ്ട് ചെറിയുള്ളി. വല്യുള്ളി 2 വല്യുള്ളി 2, സബോള 2, ചെറിയുള്ളി ഒരു 15-20 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉള്ളി നല്ല കളർ മാറി. ഇനിയാണ് നമ്മളുടെ മസാല കൂട്ടുകള്. ഒരു മുളക് പൊടി ഞാനൊരു 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇരുന്നോട്ടെ, എരിഞ്ഞ് തുളുമ്പോ. മല്ലിപ്പൊടി ഒരു 3.5. പെരിഞ്ചീരകപ്പൊടി 2 സ്പൂൺ ഇടാം. എടി ബീഫ് ഇട്ടിട്ട് ബീഫിന്റെ മേലെ ഇടണ്ടേ നീ? അതാ ഈ മസാല കൈക്ക് പിടിക്കുവോ? ഉള്ളി കുറഞ്ഞു. അതന്നെ, എത്ര ഉള്ളി എടുത്തിട്ട് കാര്യമില്ല. ഇനി കുരുമുളക് പൊടി നമുക്കൊരു 2 സ്പൂൺ ഇടാം. നമ്മൾ അതിൽ ഇത്തിരി കൂടുതൽ ഇട്ടൂലേ? കുഴപ്പമില്ല, മതി. മറ്റേ മീറ്റ് മസാല ഇടും. ദെൻ നമ്മൾ വീണ്ടും കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഗരം മസാല ഒരു 1 സ്പൂൺ. ഇനിയാണ് നമ്മള് മീറ്റ് മസാല. അതൊന്നും ഞാൻ അവിടെ കണ്ടില്ല, പക്ഷെ നമ്മളുടേതായി മീറ്റ് മസാല വേണ്ട കുറച്ച്. ഓക്കെ, സോ അതും ഇട്ടു. അതിട്ടിട്ട് നമുക്ക് മസാല കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് വേണ്ട, അതൊന്ന് ഒത്തിരി വറുത്തെടുക്കുന്ന പോലെ ഒന്ന് ഇതാവട്ടെ. നമ്മളുടെ ഈ എന്താണ് മസാല കൂട്ടിന്റെ ഒക്കെ കളർ ജസ്റ്റ് കണ്ടോ, ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ലോ സ്ലിം ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ നമ്മളിത് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. സോസിലേക്ക് കുറച്ച് തക്കാളി, ഞാൻ അപ്പള് തേങ്ങാക്കൊത്ത് ജസ്റ്റ് കുറച്ച് മതി. മതി മതി. തേങ്ങാക്കൊത്ത് എത്ര ഇട്ട് കഴിഞ്ഞാലും ടേസ്റ്റ് കൂടും. ഇല്ല, എനിക്ക് ഇഷ്ടമല്ല തേങ്ങ അത്ര. സോ നമുക്ക് തേങ്ങാക്കൊത്ത്, ഇനി ഇതൊന്ന് തക്കാളിയും അതേപോലെ തേങ്ങാക്കൊത്തും ജസ്റ്റ് ഒന്ന് ആവാൻ കുറച്ച് കൂടി ഇനി നമുക്ക് നോക്കാം. ഈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടപ്പോ നമുക്കൊരു ബീഫിന്റെ ഒരു ഫീല് വരുന്നില്ലേ? വരണ്ടോ? ബീഫില്ല, പക്ഷെ തേങ്ങാക്കൊത്താണ് കമ്മി. നമ്മളുടെ
നമ്മളുടെ മസാല കൂട്ട് അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മളുടെ ബീഫ് ദ മെയിൻ ആൻഡ് ഫൈനൽ എന്താണ് എന്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും നടക്കില്ല. വെള്ളം ഒഴിച്ചാൽ പറ്റും എന്തായാലും. അതിന്റെ ഒട്ടും വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ഒരു പൊടിക്കണ്ടേ ഉപ്പടയില്ലേ? ഇല്ല, അത് വഴണ്ട് വരണം. ഇനി ഇത് 5 മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയോ? നല്ല അടിപൊളിയും കിണ്ണം കച്ച മണം വരുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണോ? അതല്ലേ പറഞ്ഞു, വെള്ളം പറ്റുമല്ലോ എന്തായാലും. മതി 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 മതി, ഇനി ഒഴിക്കണ്ട. അതെന്താ എരിവ് അത്ര ഉള്ളതുകൊണ്ട് ഉപ്പ് വീണ്ടും ഇടണോന്നൊരു തോന്നൽ. ആദ്യം അത് നോക്ക്, ചാറൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്ക്. എനിക്ക് കൈ പൊള്ളും. അമ്മക്ക് കൊടുക്ക് കറക്റ്റ്. ഇത്തിരി ഒന്ന് ടേസ്റ്റ് നോക്ക്. സൂമിട്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഉപ്പ് വേണോ? വേണ്ടേ? അതാണ് ഞാൻ കുറച്ചുകൂടെ ഇടട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് കണ്ടോ, അതിൽ വീണ്ടും ഇത് വന്നു. സോ നമുക്ക് ഇനി എന്താ പറയാ, കുറച്ച് കറിവേപ്പില ഇടാം. ഉണങ്ങിയ കറിവേപ്പില ഇടണം ഗൈസ്. പിന്നെ പച്ചമുളക്. അത് വേണ്ട, രണ്ടെണ്ണം ഒന്നും കൂടി ഇടേ. വേണ്ട, ആവശ്യമില്ല. ഇപ്പോഴേ നല്ല എരിവാണ് ഇത്. എനിക്ക് പൊതുവേ എരിവ് ഒട്ടും പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. സോ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ ഒന്ന് വഴച്ചെടുക്കണം. ഇനി ഇതെല്ലാം ഞാൻ സിമ്മിലാണ് കേട്ടോ. നമ്മൾ ക്ഷമയോടെ എങ്ങനെ സിമ്മിൽ ചെയ്യണം. അത്യാവശ്യം അപ്പൊ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഡ്രൈ ആവാൻ വേണ്ടി ഇങ്ങനെ വെച്ചു. സോ ഇനി അത് തുറന്നു നോക്കാം. ഇപ്പോഴാണ് അത്യാവശ്യം നല്ല സെറ്റ്. കാണുമ്പോ നല്ല രസമുണ്ട്. നമുക്ക് ചോറിന്റെ കൂടെ ആണെങ്കിലും പൊറോട്ടന്റെ കൂടെ ആണെങ്കിലും എനിക്ക് ചോറിന്റെ ഒപ്പം ഇഷ്ടം. ചോറ് വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് പൊറോട്ടയും കൂടെ വാങ്ങാം. സോ പൊറോട്ടയും ബീഫും വേണ്ടവർക്ക് അത്, കാരണം പൊറോട്ടയും ബീഫാണ് നമുക്ക് ചിലപ്പോ കഴിക്കാൻ ഗസ്റ്റ് ആയിട്ട് ഒരു 2-3 പേര് വരും. അതെ, സോ നമുക്ക് ചിലപ്പം ഗസ്റ്റ് ആയിട്ട് 2-3 പേര് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പൊ നമ്മൾ ബീഫിന് ഓൾറെഡി ചോറ് വെച്ചിട്ടുണ്ട്, ഇനി പൊറോട്ടയും കൂടെ നമ്മൾ റെഡിയാക്കാൻ നോക്കാം. അപ്പം ഗസ്റ്റ് വരുന്നവരിനെയും കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം അല്ലെ. അപ്പൊ എന്റെ ബീഫ് ഒന്നുകൂടെ ഒന്ന് സെറ്റ് അല്ലേ? ഓക്കെ ഗൈസ്, ആദ്യക്ക് ക്ഷമയില്ലാണ്ട് ചോറും ബീഫും. എങ്ങനെയുണ്ട് മൈ ഫസ്റ്റ് ബീഫ് എക്സ്പീരിയൻസ്? അടിപൊളി. ഇത്തിരി എരിവുണ്ട് അല്ലേ? അതെയാ, ഓക്കെ. നമ്മൾ വെറുതെ കഴിക്കണോണ്ടായിരിക്കും അത്ര എരിവ് ഫീൽ ചെയ്ത്. ആ തേങ്ങാക്കൊത്ത് സെറ്റ്. നമ്മളുടെ പൊറോട്ട ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മളുടെ പൊറോട്ട എത്തിച്ചത് ഞാൻ പറഞ്ഞ നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ കാണിച്ചു തരണ്ടേ. ഹായ് അഗു. ഹായ് ഗൈസ്. സോ ഗൈസ്, അപ്പോ നമ്മളുടെ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത് ആബുവിന്റെ അങ്കിളുടെയും ഫേവറേറ്റ് കൈലാസിലെ പൊറോട്ടയാണ്. സോ അപ്പൊ അവര് വന്നപ്പോ ചൂടുണ്ടോ ആഗു പൊറോട്ട? നല്ല ചൂട് പൊറോട്ട കൊണ്ടുവന്നിട്ട്. സോ ആബുവിനാണ് എന്റെ, കാരണം അവന് ക്ഷമ നശിച്ചു ഗൈസ്. അപ്പൊ ആബുവാണ് എന്റെ ബീഫ് പരീക്ഷിക്കുന്നത്. ഞാൻ പരീക്ഷിച്ചു, കുഴപ്പമില്ല. എരിവ് കുറച്ചൊരു കൂടുതൽ. അങ്കിൾ കം ഓൺ. യെസ്. അഗു എന്താണ് അവസ്ഥ? സത്യം സത്യം പോലെ പറയണം. നന്നായില്ലേ? അങ്ങനെ എൻ്റെ ബീഫ് കറി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കണു, കാരണം അവരൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അപ്പം ഞങ്ങൾ അതിലിങ്ങനെ ലയിച്ച് കഴിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സത്യത്തിൽ മറന്നുപോയി. സോ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ ഫുഡ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമ്മളിനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി നെക്സ്റ്റ് വേഗം വരാം. ഓക്കെ.